തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിയിൽ 2.5 വയസ്സുകാരിയോട് കൊടും ക്രൂരത. കിടക്കയിൽ മൂത്രമൊഴിച്ചതിന് കുഞ്ഞിന്റെ ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിച്ചു. കേസിൽ 3 ആയമാരെ അറസ്റ്റ് ചെയ്തു. ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിച്ചത് ആയ അജിതയാണ്. മറ്റു 2 പേർ വിവരം മറച്ചുവെച്ചു. ജനനേന്ദ്രിയത്തിലും കുട്ടിയുടെ പിൻഭാഗത്തും മുറിവുകളുണ്ട്. ശിശുക്ഷേമ സമിതിയുടെ പരാതിയിൽ പോലീസ് 3 താൽക്കാലിക ജീവനക്കാരെ അറസ്റ്റ് ചെയ്തു. വിഷയം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ നടപടിയെടുത്തെന്നും ഒറ്റപ്പെട്ട സംഭവമാണെങ്കിലും നടക്കാൻ പാടില്ലാത്തതെന്നും ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി അരുൺ ഗോപി. മാതൃകാപരമായി പ്രവർത്തിക്കുന്ന സ്ഥാപനം എന്നുള്ളത് കൊണ്ടാണ് ആ നിമിഷം തന്നെ, ശ്രദ്ധയിൽ വന്ന ആ നിമിഷം തന്നെ നടപടിയിലേക്ക് പോയതും നിയമപരമായ നടപടികൾ സ്വീകരിച്ചത്. കുട്ടികളുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഈ ഭരണസമിതി സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ചെറുതാണെങ്കിൽ പോലും കുട്ടിയെ അങ്ങനെ, ഞാൻ ചെറുതെന്ന് നിസ്സാരവൽക്കരിക്കുകയല്ല, പക്ഷെ നമ്മുടെ ശ്രദ്ധയപ്പെട്ടത് വളരെ ചെറിയ നഖം കൊണ്ട് നുള്ളിയ പാടുകളാണ്. ആ നുള്ളിയ പാടിൻ്റെ പുറത്താണ് ഞങ്ങൾ എന്ത് ചെയ്തത്, ഈ നടപടി സ്വീകരിച്ചത്. അപ്പോൾ നിങ്ങൾ പറയുന്ന ചെറിയ നുള്ളിയ പാടാണ് ഈ നടപടി സ്വീകരിക്കേണ്ടതുണ്ടോ? അതുണ്ടാവാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ്. അതുപോലും ഇവിടെ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ നടപടിയിലേക്ക് പോയത്, നിയമപരമായ നടപടിയിലേക്ക് പോയത്. വിഷയത്തിൽ ശിശുക്ഷേമ സമിതി ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചു. മ്യൂസിയം പോലീസിന്റെ കസ്റ്റഡിയിലുള്ള പ്രതികളെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ബിനിൽ ലീല സാബു ചേരുന്നു. ബിനിൽ, എപ്പോഴാണ് കുഞ്ഞിന് പരിക്കേറ്റതായ വിവരം പുറത്തേക്ക് അറിയുന്നത്? മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, 2 ദിവസം മുമ്പാണ് ഈ വിഷയം പുറത്തേക്ക് അറിയുന്നത്. പക്ഷേ ഈ കുഞ്ഞിനെ ഉപദ്രവിച്ചിട്ട് ദിവസങ്ങളോളമായി എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അത് എന്താണെന്ന് ഇതുവരെയും ശിശുക്ഷേമ സമിതി അധികൃതർ പുറത്തേക്ക് പറഞ്ഞില്ല. പക്ഷേ 2 ദിവസം മുൻപ് കുട്ടിയെ കുളിപ്പിച്ചപ്പോൾ ഇത്തരത്തിൽ കുഞ്ഞിൻ്റെ ശരീരത്തിൽ ഈ നുള്ളിയ പാടുകൾ കണ്ടു. അതിനുശേഷം ആശുപത്രിയിലേക്ക്, തൈക്കാടുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ പരിശോധിച്ചു. അപ്പോഴാണ് കുട്ടിയുടെ ജനനേന്ദ്രിയത്തിൽ ഇത്തരത്തിൽ മുറിവ് കണ്ടെത്തിയത്. നഖം കൊണ്ട് നുള്ളിയ പാടാണ് ഉണ്ടായിരുന്നത്. പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് ആയ ഉപദ്രവിച്ചു എന്ന് കണ്ടെത്തിയത്. ആയ അജിതയാണ് ഉപദ്രവിച്ചത്. ഇത് മറ്റ് 2 പേർക്ക് അറിയാമായിരുന്നു. മറ്റ് 2 താൽക്കാലിക ആയമാരായ മഹേശ്വരി, സിന്ധു എന്നിവർക്കും ഈ വിഷയം അറിയാമായിരുന്നു. പക്ഷേ അവർ പുറത്തേക്ക് പറഞ്ഞില്ല. തുടർന്ന് 2 ദിവസം മുൻപ് കുഞ്ഞിനെ കുളിച്ചപ്പോൾ കണ്ടെത്തുകയും പിന്നീട് ഇത് പോലീസിലേക്ക് വിവരം കൈമാറുകയും ചെയ്യുകയുമായിരുന്നു. എന്തായാലും ഇതിൽ ഈ 3 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നിലവിൽ അവർ ഉണ്ട്. അതിന് ഇന്ന് തന്നെ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും മാതൃകാപരമായ നടപടി സ്വീകരിച്ചു എന്നാണ് ശിശുക്ഷേമ സമിതി അറിയിക്കുന്നത്. പക്ഷേ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ സംഘടനകൾ എത്തിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് വാർത്താക്കുറിപ്പ് തന്നെ ഇറക്കി ഇത്തരത്തിൽ കുറ്റകൃത്യം ഒളിച്ചു വെച്ചത് ഗുരുതര വീഴ്ചയാണ്, മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും മറുപടി പറയണമെന്നാണ് ഇത്തരത്തിൽ പ്രതിപക്ഷ നേതാവ് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചത്. മാത്രമല്ല യൂത്ത് കോൺഗ്രസ് ഇവിടേക്ക് മാർച്ച് നടത്തുകയും ചെയ്തു. ശിശുക്ഷേമ സമിതിയിലേക്ക് മാർച്ച് നടത്തി അകത്തേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു പോലീസ് ഇവരെ പിന്തിരിപ്പിക്കുകയും പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. എന്തായാലും സമഗ്രമായ ഒരു പരിശോധന ശിശുക്ഷേമ സമിതി ഇക്കാര്യം നടത്തുമെന്ന് ഇതിന്റെ അരുൺ ഗോപി അറിയിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ കുഞ്ഞുങ്ങൾ കളിക്കുന്ന സ്ഥലത്തും അവർ ഇരിക്കുന്ന സ്ഥലത്തും ഒക്കെ പ്രത്യേകിച്ച് CCTV സ്ഥാപിച്ചിട്ടുണ്ട്. അതൊക്കെ സമഗ്രമായി പരിശോധിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇത് ചെറിയ വിഷയമാണ്, അതായത് ഗുരുതരമായ പരിക്കുകൾ കുട്ടിക്കില്ല എന്നുള്ളപ്പോൾ തന്നെ കാര്യമായി തന്നെ ഇത് എടുക്കുകയാണ്. അങ്ങനെ തള്ളിക്കളയാൻ സാധിക്കില്ല. കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നത് ഗൗരവത്തിൽ എടുക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അത് നിസ്സാരമായി തള്ളാതെ പോലീസിലേക്ക് കേസ് അറിയിക്കുകയും CWCയെ അറിയിക്കുകയും ചെയ്തത്. എന്തായാലും സമാനമായ മറ്റ് കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഇത്തരത്തിൽ എന്തെങ്കിലും അനിഷ്ടമായ സംഭവം ഉണ്ടാകുന്നുണ്ടോ എന്നടക്കമുള്ള പരിശോധിക്കാനുള്ള സംവിധാനമുണ്ട്. അതുണ്ടാകുമെന്നാണ് ശിശുക്ഷേമ സമിതി അറിയിക്കുന്നത്. ലക്ഷ്മി, ബിനിൽ ലീല സാബു ആണ് വിശദാംശങ്ങൾ പങ്കുവച്ചത് തിരുവനന്തപുരത്ത് നിന്ന്.